നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ കലണ്ടർ നോക്കുമ്പോൾ ഈ ഡിസംബർ മാസമാണ് ഏറ്റവും രസകരമായൊരു മാസം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാസം ഏതാണെന്ന് വെച്ചാൽ ഡിസംബറാണെന്ന് ഞാൻ പറയും. കാരണം ക്രിസ്മസിൻ്റെ മാസമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും പിന്നെന്താ പറയുക ചുറ്റോട് ചുറ്റും വർണ്ണാഭമായ കാഴ്ചകൾ, നല്ല സ്റ്റാറുകളും റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നല്ല രസമല്ലേ, ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച, ഓരോ കടകളുടെ മുന്നിലും ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നതും, പ്രത്യേകിച്ച് ഈവനിങ് ടൈം രാത്രി സന്ധ്യയോടടുത്ത് ഇങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് രസകരമാണെന്ന്. പിന്നെ വീടുകളിലാണെങ്കിലും വീട്ടുമുറ്റത്ത് ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും ഇങ്ങനെ സ്റ്റാർസ് തൂക്കുന്നൊരു രീതിയുണ്ട്. പിന്നെ പുൽക്കൂട്, പിന്നെ ക്രിസ്മസ് ട്രീ, അതിൻ്റെ അലങ്കാരങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യത്തിൽ ഏത് ബേക്കറി ചെന്നാലും കേക്ക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കേക്ക്, പ്ലം കേക്ക്സിൻ്റെ ഒരു ബഹളമാണ്. ഇപ്പോൾ പ്ലം കേക്ക്സിന് തന്നെ ഒരുപാട് മാറ്റങ്ങളൊന്നും. പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഐസിംഗ് ഒക്കെ ആയിരുന്നു, റോയൽ ഐസിങ് അല്ലെങ്കിൽ എന്താ പറയുക നല്ല കട്ടിയുള്ള ഐസിങ്ങോട് കൂടി വരുന്ന ക്രിസ്മസ് കേക്ക്സ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, അത് കിട്ടാൻ തന്നെ പാടാണ്. ചില ബേക്കറീസിലും ഔട്ട്ലെറ്റ്സിലും മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാലോ ഇപ്പോൾ വെറൈറ്റീസ് ഓഫ് കേക്ക്സാണ് അല്ലേ. ചിലർക്ക് ഐസിങ് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഫ്രോസ്റ്റിങ്ങിന് തന്നെ ഇപ്പോൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ട്, അതുകൂടാണ്ട് വിപ്ഡ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിംഗ് ഉണ്ട്, പിന്നെന്താ ഫോണ്ടാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പലതരം ഐസിങ് ആൻഡ് ഫ്രോസ്റ്റിംഗ് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക്സ്, എല്ലാത്തിനും ഇപ്പോൾ ഒരു ഡിമാൻഡാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് കേക്കുകളുടെയും നല്ല നല്ല ഭക്ഷണങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഒരു മാസം കൂടിയാണ്. അപ്പോൾ യേശുദേവൻ്റെ പിറവിയോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. എന്തായാലും ഇതോടൊപ്പം ഒരു ക്രിസ്മസ് കേക്കും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നു. ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലം കേക്ക് അല്ല, വ്യത്യസ്തമായ ഒരു കേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ്. മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിൽ തന്നെ വ്യത്യസ്തമായൊരു ഫ്ലേവറാണ്. ഞാനൊരു റോസ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക കേക്ക്സ് എന്ന് പറഞ്ഞാൽ കേക്ക്സ് തന്നെ ഇപ്പോൾ പുഡിംഗ് കേക്ക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ പോലെ അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടി സോഫ്റ്റർ ആയിരിക്കും, നല്ല കുതിർന്ന കേക്ക് എന്നൊക്കെ പറയില്ലേ അതുപോലെ. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 1 കപ്പ്, മുട്ട 4 എണ്ണം, റിഫൈൻഡ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, റോസ് സിറപ്പ് 3 ടേബിൾ സ്പൂൺ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, നാരങ്ങാനീര് 2 ടീസ്പൂൺ. ഇനി മറ്റ് ചേരുവകൾ: പാല് 1.5 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ്, റോസ് സിറപ്പ് 5 ടേബിൾ സ്പൂൺ, വിപ്പിംഗ് ക്രീം 1 കപ്പ്. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 4 മുട്ട, അത് ഒന്നിച്ച് എഗ് വൈറ്റും യോക്കും ഒന്നിച്ചിരുന്നോട്ടെ, പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഇടാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, 2 രീതിയിലും ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി ഈസി. ഓക്കെ, അങ്ങനെ 4 മുട്ട പൊട്ടിച്ചെടുത്തു. ഇനി ഇതിനകത്തേക്ക് ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരല്പം നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. നല്ല പത വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പതച്ചെടുക്കണം. ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് പതഞ്ഞ് വരും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കൊണ്ട് 2 ഉദ്ദേശം നടക്കും. ഒന്ന്, നന്നായിട്ട് എഗ് പതഞ്ഞ് കിട്ടും. ഇപ്പോൾ എഗ് വൈറ്റിൽ ചെയ്യുകയാണെങ്കിലും 2 കൂടി ചേർത്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതോടൊപ്പം ആ ഒരു എഗ്ഗി സ്മെല്ല്, ഒരു മുട്ടയുടെ മണമില്ലേ, അതും ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിൽ പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പൊടിച്ച പഞ്ചസാര ഫുള്ള് ചേർത്ത് കഴിഞ്ഞു. ഇത് നല്ലതായിട്ട് പതഞ്ഞ് വരും. ഇപ്പം നോക്കിയാൽ കേക്ക് ആ ഒരു കൂട്ടിൻ്റെ വോളിയം നല്ല വോളിയമായല്ലോ, നല്ലതായിട്ട് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, റിഫൈൻഡ് ഓയിൽ, അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം.
ഓവർ ബീറ്റിംഗ് വേണ്ട, അത് നന്നായിട്ടൊന്ന് ഇതുമായിട്ട് യോജിച്ച് കിട്ടുന്ന അത്രയും ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇങ്ങനത്തെ വിസ്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തടിത്തവി കൊണ്ട് നന്നായിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് കൈ കൊണ്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പാകത്തിലാക്കിയെടുക്കുക. അത് ഇച്ചിരി കൂടെ സമയം എടുക്കും, പക്ഷേ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു വിസ്ക് എടുക്കാം. എന്നിട്ട് ഇത്, അതായത് ഇതൊരു മൈദാക്കൂട്ട് എന്ന് പറയുമ്പോൾ ഇത് 1 കപ്പ് മാവെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കാം. അതല്ലെങ്കിൽ അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകും. ഇങ്ങനൊരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് സാവധാനം പതയടങ്ങാത്ത രീതിയിൽ തന്നെ യോജിപ്പിക്കാം. ഇങ്ങനെ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് വലിയ പ്രശ്നമില്ലാണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടല്ലോ അല്ലേ, ആ ടെക്സ്ചർ വലുതായിട്ട് മാറാണ്ട് നമ്മൾ മൈദയും കൂടി ഇതിനകത്തേക്ക് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ടെക്സ്ചർ നമ്മുടെ കേക്കിന് കിട്ടില്ല. ഇതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള കാര്യം. ഈ സ്പഞ്ച് പോലത്തെ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ് നല്ലത്. കഴിഞ്ഞു. അപ്പോൾ ആ 1 കപ്പ് മൈദാമാവ് യോജിപ്പിച്ച് ഏകദേശമായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ റെഡിയാണ്. ഈ പാനിലാണ്, ഈ ഗ്ലാസ് പാത്രത്തിൽ, നമ്മുടെ ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം, നമ്മൾ പുഡിംഗ് ഡിഷൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ എണ്ണ തടവണം. എന്നിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇതിവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. അപ്പോൾ ഇവിടെ മാവ് ഇസ് ഓൾമോസ്റ്റ് റെഡി, ബാറ്റർ. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, അതായത് ഇതൊരു റോസ് മിൽക്ക് കേക്കാണ്. അപ്പോൾ റോസ് ഫ്ലേവർ വേണം. അതിനായിട്ട് റോസ് സിറപ്പ് എന്ന് പറഞ്ഞ കുപ്പിയിൽ വാങ്ങാൻ കിട്ടും. അത് മേടിച്ചിട്ട് അതിൽ നിന്നും കുറേശ്ശെ ഇതിലേക്ക് ഒഴിക്കണം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു. ആ റോസ് ഫ്ലേവർ കിട്ടും. ഒരു പിങ്ക് കളറും നമ്മുടെ ബാറ്ററിൽ വരും. 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കും. 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ്. ബാറ്റർ ഇസ് റെഡി. ഇനി ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴുന്ന കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പാകം. കംപ്ലീറ്റ് കേക്ക് ബാറ്ററും. അപ്പോഴത്തെ കേക്ക് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായിട്ട് ടാപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്നാക്കാം. കുറേ എയർ ബബിൾസ് ഉണ്ടാവും. റെഡി. ഇനി നമുക്കിത് ഓവനിലേക്ക്, പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഓവൻ ഒരു 170 ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിനകത്തേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 35 മിനിറ്റ് നോക്കാം. അപ്പോൾ നമ്മളുടെ റോസ് കേക്ക് ബേക്ക്ഡായിട്ട് വന്നു കഴിഞ്ഞത് നോക്കിയേ. ഇത് ഏകദേശം ഒരു 45-50 മിനിറ്റ്സ് എടുത്തു എനിക്ക്, ഒരു 170. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി തണുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനൊരു പാച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട്. പിന്നെ ഇതിൽ കുറച്ച് കലാപരിപാടികളുണ്ട്, അതായത് കാണിച്ചു. ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഈ സൈഡ്സ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഭയങ്കര ക്രിസ്റ്റി അല്ല, എങ്കിലും ടോപ്പായിട്ടിരിക്കുന്നു. ഇവിടെ ഇച്ചിരി ആ ടോപ്പ് പോർഷൻ കുറച്ചൊന്ന് മുറിച്ച് മാറ്റാം. ഇതൊരു റോസ് മിൽക്ക് കേക്കാണ്, അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇനി കേക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ആ മൊരിഞ്ഞ ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലെയും ആ ക്രസ്റ്റായിട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ഈ പാത്രത്തിലേക്ക് വയ്ക്കാം.
ആ പേപ്പർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അതാണ് നമ്മുടെ സേഫ്റ്റി കാര്യം. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ പാലിൻ്റെ ആ ഒരു മിശ്രിതം ഒഴിക്കുന്നത്. അപ്പോഴാണത് റോസ് മിൽക്ക് കേക്ക് ആകുന്നത്. ഇതിപ്പോൾ വെറും റോസ് കേക്കാണ്. റോസ് മിൽക്ക് കേക്ക് ആകണ്ടേ, അപ്പോൾ അതിനുള്ള ഒരു കൂട്ടും കൂടി തയ്യാറാക്കി ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ ഇനി നമ്മുടെ റോസ് മിൽക്ക് കേക്കിന് വേണ്ട സോക്കിംഗ് മിൽക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ 2 കപ്പ് പാലുണ്ട്, അത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. ഇതിപ്പോൾ ഏകദേശം 1.5 കപ്പ് എടുക്കുന്നു. ആദ്യം അതിനകത്തേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ് മിൽക്ക്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് റോസ് സിറപ്പ്, അഞ്ചാമത്തെ ടേബിൾ സ്പൂൺ, അപ്പോൾ 5 ടേബിൾ സ്പൂൺ ചേർത്ത് റോസ് സിറപ്പ്. ആ നല്ലൊരു റോസ് ഫ്ലേവറും മണവും രുചിയും എല്ലാം ഇതിൽ കിട്ടും. ഏകദേശം ഒരു 1.25 കപ്പോളം പാൽ ഇതിനകത്തുണ്ട്. ഇനി വീണ്ടും നമ്മുടെ കേക്ക് രംഗത്ത് വരുന്നു. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നന്നായിട്ട് സോക്കായി കിട്ടും. ഒഴിക്കുന്നതിന് മുമ്പേ ഇത് സ്പോഞ്ച് പോലെ വലിച്ചെടുക്കുന്നുണ്ടോ. ഉള്ളിലേക്ക് പോകും. ആ റോസ് സിറപ്പ് കംപ്ലീറ്റ് ഒഴിച്ചു കഴിഞ്ഞു. കേക്കിൻ്റെ ഉള്ളിൽ വരെ അകത്തേക്ക് പോയി. ഇതിന് ഇച്ചിരി സമയം നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് നല്ല ചിൽഡായിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഒരു 2 മണിക്കൂർ സമയമെങ്കിലും ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് സ്പഞ്ച് പോലെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞു. എങ്കിലും കുറച്ച് നേരം വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ആ സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമുള്ളൊരു കാര്യം കൂടി തരാം. വേറൊന്നുമല്ല, വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും സമയം ഇത് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആക്കി എടുക്കണം കേട്ടോ, നിറച്ചിങ്ങനെ ബുമ്മെന്നാവണം. കറക്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക സ്റ്റിഫായിട്ട് നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കമഴ്ത്തിയിട്ടാൽ വീടില്ല, ആ രീതിയിൽ ആ സ്റ്റൈലിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് വരും. അപ്പോൾ നമ്മുടെ ടേൺ ടേബിളിലേക്ക് കേക്കിൻ്റെ ഒരു ബോർഡ് വെച്ചു. ആ ബോർഡിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ കേക്കിനെ ഒന്ന് പൊക്കിയെടുക്കുന്നു. ഓക്കെ, നല്ല സോക്കായിരിക്കുവാണ്. യെസ്, സോക്റ്റ്. ഇങ്ങനെ എടുത്താലിങ്ങനെ വായിൽ അലിയുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ വിപ്ഡ് ക്രീം ഇവിടെ റെഡിയാണ്. അതിൽ നിന്നും കുറച്ച് നമുക്ക് ഐസിങ് ബാഗിലേക്കും കൂടി വയ്ക്കാം. അതിപ്പോൾ ഒരു ഐസിങ് ബാഗ് എടുത്തു. അതിലേക്ക് ഈ ഒരു നോസിലാണ് വലുത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് എടുത്ത് വയ്ക്കാം. ഇത് അവസാന മിനുക്ക് വേണ്ടിയിട്ടാണ്, അലങ്കാരത്തിന് വേണ്ടി. ഇത് മാറ്റി വയ്ക്കാം, സൈഡിൽ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം നമ്മുടെ വിപ്ഡ് ക്രീം, നല്ലൊരു തിക്ക് ലെയറായിട്ട് വയ്ക്കണം. ഇനി ഒരു സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. ആ ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ഷേപ്പ് കറക്റ്റാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ ഒന്ന് നമുക്കൊരു പീസ് പോലെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വയ്ക്കും. കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കും. ഇതങ്ങോട്ട് എന്താ പറയുക കത്തി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, അപ്പോൾ തന്നെ അത് താഴെ പോകും. അത്രയ്ക്ക് സോഫ്റ്റ്
അങ്ങോട്ട് അലിഞ്ഞിരിക്കുവാണ്, കുതിർന്നിരിക്കുമല്ലേ, അതുകൊണ്ട് ഓരോ പീസ് ഓരോരുത്തർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 6-9 പീസുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വിത്ത് ക്രീം എടുത്ത് വെച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറീസ്. അപ്പോൾ ഒരു പിങ്ക് കേക്കിന് സിംബോളിക്കായിട്ട് ഇത് കറക്റ്റായിരിക്കും. ഗ്ലേസ്ഡ് ചെറീസ് പെർഫെക്റ്റ്. എല്ലാം കഴിഞ്ഞു. റോസ് മിൽക്ക് പേസ്ട്രി റെഡി. മനോഹരിയായ ഒരു റോസ് മിൽക്ക് പേസ്ട്രി കേക്കോടുകൂടി നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ മാജിക് അവൻ്റെ ഇവിടെ ഇന്നത്തെ ദിവസം നടന്നിരിക്കുകയാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെയും മാജിക് അവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മെറി ക്രിസ്മസ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനോട് കാണാം.